എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. നോർമൽ ചുരിദാർ, സാധാ ഒരു പാൻറ്, ചുരിദാറിന്റെ സാധാ പാൻറ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്കിത് നോക്കാം. അതിനായി ഞാൻ കുറച്ച് മെഷർമെന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് അളവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 7 അളവുകളാണ് നമ്മളൊരു പാൻറ് തയ്ക്കാനായിട്ട് ആവശ്യമുള്ളത്. അത് എന്തൊക്കെ അളവുകളെന്ന് വെച്ചാൽ, മൊത്തം ഇറക്കം, അതായത് മൊത്തം ഒരു പാൻറ് ഇട്ട് കഴിഞ്ഞാൽ മോൾ ഭാഗം തൊട്ട് താഴെ അറ്റം വരെയുള്ള ഇറക്കം. പിന്നെ ബെൽറ്റിന്റെ ഇറക്കം, ബെൽറ്റ് എന്തുവാണെന്നുള്ളത് ഞാൻ ഇനി കാണിച്ചു തരാം. ബെൽറ്റിന്റെ ഇറക്കം, കാലിന്റെ കാൽഭാഗത്തിന്റെ ഇറക്കം, കാലിന്റെ ബെൽറ്റിന്റെ ഇറക്കം, കാലിന്റെ ഇറക്കം, കാലിന്റെ വണ്ണം, ബെൽറ്റിന്റെ വണ്ണം, ക്രോച്ച് ഭാഗത്തിന്റെ ഇറക്കം, കാലിന്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള വണ്ണം. ഇങ്ങനെ 7 അളവുകളാണ് നമ്മളൊരു പാൻറ്, സാധാ ചുരിദാർ പാൻറ് തയ്ക്കാനായിട്ട് ആവശ്യമുള്ള മെഷർമെന്റ്സ് അല്ലെങ്കിൽ അളവുകൾ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ഒരളവിന് തന്നിരിക്കുന്ന പാൻറിന്റെ അളവുകൾ എടുക്കാനായി ആദ്യം പാൻറ് എടുത്തിട്ട് നന്നായി വിരിച്ചിടുക. മേശയിൽ ചുളിവുകളെല്ലാം മാറ്റി നല്ല രീതിയിൽ വിരിച്ചിടുക, എങ്കിലേ നമുക്ക് അളവെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അളവുകൾ തെറ്റിപ്പോവും. അപ്പൊ പിന്നെ നമ്മുടെ തയ്യലിലും അത് പ്രശ്നം ചെയ്യും. അതുകൊണ്ട് അളവുകൾ ഇടാനായി പാൻറ് നന്നായി വിരിച്ചിടുക. വിരിച്ചിട്ടിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് മൊത്തം ഇറക്കം, അതായത് ഒരു പാൻറിന്റെ മൊത്തത്തിലുള്ള ഇറക്കമാണ് എടുക്കേണ്ടത്. അതിന് നമ്മൾ ഇത് മുതൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അളന്ന് നോക്കുക, താഴെ അറ്റം വരെ അളന്ന് നോക്കുക. ഇവിടെ അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് മൊത്തം ഇറക്കം എത്രയാന്ന് വെച്ചാല് 38.5 ഇഞ്ച്. ഇനി ബെൽറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ബെൽറ്റ് ഭാഗത്തിന്റെ ഇറക്കം. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിനെയാണ് നമ്മൾ ബെൽറ്റ് ഏരിയ എന്ന് പറയുന്നത്. ബെൽറ്റ് നമ്മുടെ അരയുടെ ഭാഗത്ത് വരുന്ന ഭാഗമാണിത്, ഇതിനെയാണ് ബെൽറ്റ് ഏരിയ. അപ്പൊ ബെൽറ്റ് ഏരിയയുടെ ഇടക്കാണ് അടുത്തെടുക്കേണ്ടത്. ബെൽറ്റ് ഏരിയയുടെ ഇറക്കം ഇവിടം തൊട്ട് ഇതുവരെ 6 ഇഞ്ച്. ബെൽറ്റ് ഏരിയയുടെ ഇറക്കം 6 ഇഞ്ച്. അപ്പൊ ഞാൻ ഇതിലിപ്പോ തയ്യൽ തുമ്പ് ഒന്നും ഇടുന്നില്ല. ഞാൻ വെറുതെ ഇറക്കം ഈ തന്നിരിക്കുന്ന പാൻറിന്റെ അളവുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ അളവ് ഇടുന്നില്ല. അത് പിന്നെ നമുക്ക് ചെയ്യാം അടുത്ത്. അപ്പൊ ഇത് മൊത്തം അളവ്, ഇത് ബെൽറ്റിന്റെ അളവ്. അപ്പൊ കാലിന്റെ ഇറക്കം ഈ മൊത്തം അളവിൽ നിന്ന് 6 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ അതായത് കാലിന്റെ അളവ്. അതായത് 32 ഇഞ്ചാണ് കാലിന്റെ അളവ്. ഇനി കാലിന്റെ വണ്ണം നോക്കാനായി ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ക്രോച്ചിന്റെ ഈ ഭാഗത്തിനെയാണ് നമ്മൾ ക്രോച്ച് എന്ന് പറയുന്നത്. ഈ ക്രോച്ചിന്റെ ഏറ്റവും താഴത്തെ ഭാഗവും ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വണ്ണം എവിടെ കിട്ടുന്നു, നല്ല വണ്ണം എവിടെയാണോ കിട്ടുന്നത് ആ ഭാഗത്തിന്റെയാണ് കാൽവണ്ണം. ഇവിടെ ഇപ്പൊ 18 ഇഞ്ച് ഉണ്ട്, 18 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പൊ കാൽവണ്ണം 18 ഇഞ്ച്. ഇനി അടുത്ത് നോക്കേണ്ടത് ബെൽറ്റിന്റെ വണ്ണമാണ്. ബെൽറ്റ് എത്ര വണ്ണത്തിലാണ് ഉള്ളത്. അതായത് ഇങ്ങനെ ചുരിദാറിന്റെ പാൻറ് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ് എത്രയാണെന്ന് നോക്കുക. 25 ഇഞ്ചാണ് ഇവിടെ മുതൽ ഇതുവരെയുള്ള അളവ്, 25 ഇഞ്ച്. അപ്പൊ ബെൽറ്റ് വണ്ണം 25 ഇഞ്ച്. അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ക്രോച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ബെൽറ്റിന്റെ താഴ്ഭാഗം മുതൽ ഈ താഴത്തെ അറ്റം വരെ ഉള്ളതാണ് ക്രോച്ച് ഏരിയ. അപ്പോൾ അത് ഇവിടെ മുതൽ ക്രോച്ച് ഏരിയ ഇവിടെ മുതൽ ഇതുവരെ, അതായത് ഇപ്പോൾ 9 ഇഞ്ചാണ്. അപ്പം നമ്മൾ അത് ക്രോച്ച് ഏരിയയുടെ ഇറക്കം 9 ഇഞ്ച്. ഇനി കാലിന്റെ താഴ്ഭാഗത്തെ വണ്ണം അളക്കാനായി ഈ ഭാഗം നന്നായി പിടിച്ചു വെച്ചിട്ട് അളന്നു. 6.5 ഇഞ്ചാണ് കാലിന്റെ താഴ്ഭാഗത്തെ വണ്ണം, 6.5 ഇഞ്ച്. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന പാൻറിന്റെ അളവ്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പുകൾ ഇടുക. അപ്പൊ മൊത്തം ഇറക്കത്തിന്റെ കൂടെ തയ്യൽ തുമ്പ് ഇടേണ്ട കാര്യമില്ല. ബെൽറ്റ് ഇറക്കത്തിന്റെ കൂടെ ബെൽറ്റ് നോക്കുക. ഈ ബെൽറ്റ് ഇങ്ങനെ മടക്കി അടിക്കാനുണ്ട്, അകത്തോട്ട് മടക്കി അടിക്കാനുണ്ട്. നമുക്ക് ഈ വള്ളി ഇടാനായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കേണ്ടതുള്ളത് കൊണ്ട് ഇത് മടക്കി അടിക്കേണ്ടതുണ്ട് ബെൽറ്റ്. അപ്പൊ അതിന് ഒരു 1.5 ഇഞ്ച് കൂടുതലിടണം. അപ്പൊ ഇവിടെ 1.5 ഇഞ്ച് കൂടുതലും പിന്നെ ഇവിടുത്തെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും കൂടെ ആവുമ്പോൾ 2 ഇഞ്ച് കൂടുതലിടണം. അങ്ങനെ ഇത് 8 ഇഞ്ചിട്ടാണ് വെട്ടാനുള്ളത്. അടുത്ത് കാലിന്റെ ഇറക്കം മോൾ പറഞ്ഞ പോലെ തന്നെ
ഇപ്പോൾ ഇവിടെ താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് അകത്തോട്ട് മടക്കി അടിക്കാനുണ്ട്. അപ്പം അവിടുത്തെ 1.5 ഇഞ്ചും ഇവിടുത്തെ 1/2 ഇഞ്ച് വണ്ണവും കൂടെ ചേർത്ത് 2 ഇഞ്ച് കൂടുതൽ നമ്മൾ കാലിൻ്റെ ഇറക്കത്തിന് കൂടെ ഇടണം. അപ്പോൾ 2 ഇഞ്ച് ഇടുമ്പോൾ 34 ഇഞ്ചാണ് കാലിൻ്റെ ഇറക്കം. അടുത്ത് കാൽ വണ്ണം ഇവിടെയാണ് അളക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ 18 ഇഞ്ചുണ്ട്. അതിൻ്റെ കൂടെ ഇവിടുത്തെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 18.5 ഇഞ്ചാണ് നമുക്ക് അളക്കേണ്ടത്. ഇനി അടുത്ത് ബെൽറ്റ് വണ്ണം 25 ഇഞ്ച്. ഞാൻ പറഞ്ഞു ഇതാണ് ബെൽറ്റ് വണ്ണം 25 ഇഞ്ച്. ഇത് ചിലപ്പോൾ നമുക്ക് പീസുകൾ വെച്ച് തയ്ക്കേണ്ടി വരും. ഒരുപോലെ ഇങ്ങനെ കിട്ടത്തില്ല. ചിലപ്പോൾ 3 or 4 പീസുകൾ വെച്ച് തയ്ക്കും. ഇത് ഇപ്പോൾ ഈ പാൻറ് നോക്കുകയാണെങ്കിൽ ഇത് 2 പീസേ ഉള്ളൂ. ഇത് ഒറ്റ പീസേ ഉള്ളൂ. ഇത് ജോയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ ഭാഗത്ത് മാത്രമേ ജോയിൻ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ പീസുകൾ എത്രയുണ്ടോ അതിനനുസരിച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് വേണം വെട്ടിയെടുക്കാൻ ഈ ഭാഗം. ഇപ്പോൾ ഇതിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഇതിലൊരു ഭാഗത്ത് മാത്രമേ ജോയിൻ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജോയിൻ്റ് ഉള്ളത് കാരണം ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂടുതലിടുമ്പോൾ 25.5 ഇഞ്ചാണ് ഇവിടുത്തെ ബെൽറ്റിൻ്റെ വണ്ണം. പിന്നെ ക്രോച്ചിൻ്റെ ഇറക്കം നമ്മൾ നേരത്തെ കണ്ടു. ഇതാണ് ക്രോച്ചിൻ്റെ ഇറക്കം. അപ്പോൾ ക്രോച്ചിൻ്റെ ഇറക്കത്തിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടിടണം, ഇവിടെ ഒരു 1/2 ഇഞ്ച് താഴോട്ട് പോകണം. അപ്പോൾ തയ്യൽ തുമ്പ് മൊത്തത്തിൽ 1 ഇഞ്ച് കൂടുതലിടണം. അപ്പോൾ 9ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതലിടുമ്പോൾ 10 ഇഞ്ച്. ഇനി കാലിൻ്റെ താഴ്ഭാഗത്ത് 6.5 ഇഞ്ചാണ്. ഇത് നമ്മൾ നേരത്തെ അളന്നു. ഇത് 6.5 ഇഞ്ചാണ്. കാലിൻ്റെ താഴ്ഭാഗം 6.5 ഇഞ്ചാണ്. ഈ 6.5 ഇഞ്ചിൻ്റെ കൂടെ ഇവിടെ 1 ഇഞ്ച് കൂടുതലിടുമ്പോൾ 7.5 ഇഞ്ച്. അങ്ങനെ ഇത്രയാണ് മൊത്തത്തിലുള്ള അളവുകൾ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. മൊത്തം നമുക്ക് തന്നിരിക്കുന്ന പാൻറ്റിൻ്റെ മൊത്തം ഇറക്കം 38.5 ഇഞ്ച്. അതിൽ ബെൽറ്റിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ മുകളിൽ മടക്കി അടിക്കാനും താഴത്തെ തയ്യൽ തുമ്പും കൂടി 2 ഇഞ്ച് കൂടുതലിട്ട് 8 ഇഞ്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ കാലിൻ്റെ ഇറക്കം ഈ 38.5 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ച് പോയി കഴിഞ്ഞാൽ 32.5 ഇഞ്ചാണ്. അതിൽ താഴെ മടക്കി അടിക്കാനും മുകളിലത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 2 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് 34 ഇഞ്ചിട്ട് വേണം വെട്ടിയെടുക്കാൻ. അടുത്ത് കാലിൻ്റെ വണ്ണം 18 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ചേർത്ത് 18.5 ഇഞ്ച് വേണം ഇടാൻ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അടുത്ത് ബെൽറ്റിൻ്റെ വണ്ണം 25 ഇഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബെൽറ്റിൻ്റെ ചിലപ്പോൾ 3 or 4 പീസ് വെച്ച് നമുക്ക് ജോയിൻ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് തയ്ക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ഓരോ പീസിലും 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഒറ്റ പീസായിട്ട് കിട്ടിയത് അതിൽ ഒറ്റ പീസായിട്ട് കിട്ടിയത് കാരണം 1/2 ഇഞ്ച് മാത്രം ഇട്ട് വെട്ടിയാൽ മതി. അപ്പോൾ 25.5 ഇഞ്ച്. ക്രോച്ചിൻ്റെ ഇറക്കം 9 ഇഞ്ചാണ്. ആ ക്രോച്ച് ഏരിയ ഞാൻ കാണിച്ചു തന്നു. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 10 ഇഞ്ച്. പിന്നെ കാലിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം 6.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 7.5 ഇഞ്ചാണ് മൊത്തത്തിലുള്ള വണ്ണം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള മെഷർമെന്റ്.